നീലകണ്ഠൻ എന്ന ആളുടെ അടുത്ത് പോയി കുറച്ച് പണം കടമായി വാങ്ങി. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി തന്നോടൊപ്പം ചേർത്ത് കൈത്തറി വസ്ത്രവ്യാപാരം പോലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവിടെ നിന്നും ഓരോ ചുവട് വെച്ച് മുന്നേറാൻ തുടങ്ങി. ആനന്ദയുടെ സങ്കല്പങ്ങൾക്ക് ഭാഗ്യം തുണയായി ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട സ്വത്തിനെയും ഈ കുടുംബത്തെയും അവൾ ഒന്നു ചേർത്തു. ഞങ്ങളോട് ക്ഷമിക്കച്ച. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താലേ വിലയുണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ നഷ്ടമാക്കി അച്ഛ. ആനന്ദയുടെ നല്ല മനസ്സിന് ആ ഈശ്വരൻ തുണയുണ്ടായിരുന്നു. വസ്ത്രവ്യാപാരം വളരെ നന്നായി മുന്നോട്ട് പോവാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അവൾ ഉയർച്ചയിലെത്തി. ഇപ്പൊ നീ പറയടാ, ഈ സ്വത്തും കുടുംബമൊക്കെ ആരുടെയാണെന്ന്? ഇത്ര കഷ്ടപ്പെട്ട് വീട് വെച്ചത് ആരാണ്? അത് അനുഭവിക്കുന്നത് ആരാണ്? ഇനി പറ, ആരുടെ സ്വത്തിൽ ആരാണ് പങ്കുചേക്കുന്നത്? വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കഥ. കഥയല്ല മോളെ, സത്യമാ. ആനന്ദയുടെ വിയർപ്പാണിത്. അവളുടെ നിഴലില് സമാധാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. രോഹിത് ഞങ്ങളുടെ മൂത്ത മകനാണ്, ഞങ്ങളുടെ അവകാശിയാണ്. ഞങ്ങളെ ഒഴിവാക്കിയിട്ട് പുറത്തു പോയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുമെന്നും ഞങ്ങളുടെ മാനം പോവെന്നും നിങ്ങളൊന്ന് സംസാരിച്ചല്ലോ. അന്ന് എല്ലാരും അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പൊ സ്വത്തിന്റെ പങ്ക് വേണമെന്നൊന്ന് ചോദിച്ചപ്പോ അവൻ ഇവിടുത്തെ അവകാശിയല്ലെന്നും ഇത് ഞങ്ങളുടെ സ്വത്തല്ലെന്നും ഈ സ്വത്തിന് ഞങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നു. ഇതെന്തായി പറയുന്നേ? എന്റെ കുടുംബം എന്ന് പറയാൻ 100 നാവായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ നിന്റെ കുടുംബത്തിന്റെ മഹിമ? പ്രീതി, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. സ്വത്തിനോടുള്ള നിന്റെ ഇത്രയും സ്നേഹം മനുഷ്യരുടെ മേലെയോ അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെ മേലെയോ നിനക്കില്ല. ഇത് അവന്റെ നിർഭാഗ്യം. നോക്കൂ പ്രീതി, ആരാണ് ബുദ്ധിമുട്ടിയത്? ആരാണ് കഷ്ടപ്പെട്ടത്? ആരുടെ അധ്വാനം കൊണ്ടാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടായത്? അതെല്ലാം നമുക്ക് മറക്കാം. എല്ലാവരുടെയും ഒരുപോലുള്ള അധ്വാനം കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നതാണ് സത്യം. രോഹിത് എപ്പോഴും ഈ കുടുംബത്തിന്റെ മൂത്ത മകനാണ്, ഈ കുടുംബത്തിന്റെ അവകാശി. അങ്ങനെയാണെങ്കിൽ സ്വത്ത് തരുന്നതിന് എന്താ ചെറിയ ഇത്ര കുഴപ്പമുള്ളത്? വായ തുറന്നാ തന്നെ നീ നിന്റെ ഭാര്യയും സ്വത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താടാ? അതങ്ങനെയാണല്ലോ. എന്റെ ഭർത്താവിന് കിട്ടേണ്ട സ്വത്ത് വേണമെന്ന് ചോദിക്കും. ചെറിയമ്മ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ രോഹിത് ഈ കുടുംബത്തിന്റെ അവകാശിയാണെന്ന്. അങ്ങനെയാവുമ്പോ ആ സ്വത്തിന്റെ വിഹിതം കൊടുക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് അവൻ സ്വന്തം ബിസിനസ് ചെയ്ത് ഉയർന്നു വരണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? സ്വന്തം
സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് മുന്നേറണമെന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾ കേട്ടതല്ലേ ഇപ്പോ? നിങ്ങൾക്ക് ചിലപ്പോൾ കഴിവില്ലായിരിക്കാം, പക്ഷേ എന്റെ ഭർത്താവ് അതുപോലെ കഴിവില്ലാത്ത ആളല്ല. പ്രീതി, വാക്കുകൾ സൂക്ഷിച്ചു വേണം. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ഒരു കുടുംബം തന്നെയാണ്. എന്നെങ്കിലും ഒരു ദിവസം നമ്മളെല്ലാം ഒന്നിച്ചു ചേരും. അന്നീ പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്ന വാക്കുകൾ ആലോചിച്ച് സൂക്ഷിച്ചു വേണം പറയാൻ. പ്രീതി, നിന്നോട് മുഖത്ത് നോക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. എന്തിനു പറ്റിയാ? നീ ശരിക്കും സ്നേഹിച്ചത് ഞങ്ങളുടെ രോഹിത്തിനെയാണോ അതോ അവന്റെ പേരിലുള്ള സ്വത്തിനെയാണോ? ചെറിയമ്മേ, എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെ അവർ ചോദിക്കുള്ളൂ രോഹിത്. എന്താന്നറിയോ, നമ്മൾ കല്യാണം കഴിച്ചു തന്നെ അവർക്ക് ഇഷ്ടമായിട്ടില്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ, അത് അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിവിടെ ഒന്ന് പണം ചോദിച്ചതുകൊണ്ട് അവർക്ക് തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എങ്ങനെ അത് വളച്ചൊടിക്കണമെന്നറിയാതെ നിന്നെ പണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രണയിച്ചതെന്ന് പറഞ്ഞ് അവരുടെ കപട വാക്കുകൾ കൊണ്ട് നിന്നെ വിശ്വസിപ്പിച്ച് നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കി നമ്മളെ വേർപിരിക്കാൻ വേണ്ടിയാ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിർത്ത്. ആളുകളെ പിരിക്കുന്നതും പിരിക്കാനുള്ള പദ്ധതി ഇടുന്നതും എന്റെ കുടുംബത്തിലുള്ളവർ ഒരിക്കലും ചെയ്യില്ല. തുടക്കം മുതലേ പിരിച്ചു സംസാരിക്കുന്നത് നീ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കാന്നോ, എല്ലാവരും ഒന്നിച്ചു ചേരാന്നുള്ള ആഗ്രഹമോ നിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഇതേവരെ എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, ഈ ആനന്ദ ഭൈരവി ജീവനോടെ ഇരിക്കുന്നതുവരെ എന്റെ അടുത്ത് നിന്ന് ആർക്കും ആരെയും പിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുന്നതാ ഇഷ്ടം. എല്ലാവരും ഒരുമിച്ച് ജീവിച്ച ശീലം ഒരാളെ മാറ്റി നിർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. നിന്നോടിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വീട്ടിൽ ആനന്ദയുടെ വാക്കിനെ ദൈവത്തിന്റെ ശാസനം പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അവളുടെ വാക്കിന് മര്യാദ കൊടുത്ത് എനിക്കിഷ്ടമില്ലെങ്കിലും കൂടി ഞാൻ പറയാ, ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഞങ്ങളോട് ചേർന്ന് കഴിയാം. ജീവിതത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് കഷ്ടപ്പെടാം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ നിൽക്കില്ലെങ്കിലോ കഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിലോ ഈ വീടിനകത്ത് നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. ഇറങ്ങിപ്പോയിക്കോ. അമ്മ, സംസാരിച്ചിട്ട് കാര്യമില്ലടാ, നീ ഇറങ്ങാൻ നോക്ക്. ഒന്ന് നിക്ക് ചേട്ടാ. രോഹിത്, എല്ലാരും എന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീ ചിന്തിക്കല്ലേടാ. അവരുടെ മനസ്സ് എത്ര വിഷമിച്ചിട്ടായിരിക്കണം നിന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്.
സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നീ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരുമില്ലാത്തവനെ പോലെ എന്തിനാടാ തനിച്ച് താമസിക്കുന്നത്? എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിനക്ക് എന്താടാ പ്രശ്നം? ഇവർക്കെല്ലാവർക്കും ഇത്രയും നാളെ നിങ്ങളുടെ അടിമയായിരുന്നിട്ട് അതൊരു ശീലമായിപ്പോയി. പക്ഷെ മറ്റൊരാളുടെ കീഴിൽ അടിമയായിട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഒരാളുടെ കീഴിൽ ജീവിക്കില്ലെന്ന് അത്രയും രോഷത്തോടെ പറയുന്ന നീ അയാളുടെ പണം കൊണ്ട് ജീവിക്കണമെന്ന് എന്തിനാ ആഗ്രഹിക്കുന്നേ? മറ്റുള്ളവരുടെ സ്വത്തൊക്കെ നീ എന്തിനാ ആഗ്രഹിക്കുന്നത്? സത്യം എന്താണെന്ന് അറിയാതെ വന്നതാ. നിങ്ങളുടെ തനി സ്വരൂപം അറിയാതെ ചോദിച്ചതാ. ഞാനിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതെന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും ഈ ആനന്ദയുടെ വലയത്തിനുള്ളിൽ പെട്ടിരിക്കുക. ഞങ്ങളുടെ കൂട്ടുകുടുംബമാണ്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചേ ഉണ്ടാവൂന്ന് വലിയ പ്രതാപം പറയുന്നതല്ലേ? നിങ്ങൾ തന്നെ നോക്കിക്കോ. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആനന്ദ എന്ന് പറയുന്ന ഈ വലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. ഈ കൂട്ടുകുടുംബം എത്ര കാലം ഇങ്ങനെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. വാ രോഹിത്, പോവാം. ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താ വന്നതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആയോ? കമോൺ സമീറ, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ വീട്ടിലുള്ള സമയത്തല്ലേ നീ വന്നത്. അതുകൊണ്ട് നിന്റെ കൂടെ കുറച്ചേരം ഇരിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ടാ പറഞ്ഞേ. എന്ത് പറഞ്ഞാലും നീ എന്തിനാ നിന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നേ? എന്നെ കുറിച്ചുള്ള ചിന്തയൊന്നും നിനക്കില്ലേ? നീ ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് ഒട്ടും ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക. എന്റെ ജീവൻ ആരോ കൊണ്ടുപോകുന്ന പോലെ തോന്നും. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, ഒരു ടെൻഷനും ഇല്ല. അങ്ങനെയൊന്നും അല്ലടാ. ഏട്ടൻ ലവ് മാരേജ് ചെയ്തുകൊണ്ട് വീട്ടിലെല്ലാവരും ഇപ്പോൾ വളരെ ദേഷ്യത്തിലാ. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ മറന്നിട്ട് ഹൻസികയുടെ മഞ്ഞൾ നീരാട്ടിന് അവരോട് വരാൻ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അവര് വരികയും ചെയ്തു. ഏട്ടനും എടുത്തിയമ്മ ഇപ്പൊ നല്ല ഹാപ്പിയിലാണല്ലോ. അവര് നമ്മുടെ ഫാമിലിയായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യവും അവിടെ വീട്ടിൽ പറയാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താ ചേട്ടത്തി സ്വത്തിൽ പങ്ക് വേണമെന്ന് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കിയത്. അതോടെ എനിക്കുണ്ടായിരുന്ന ഹോപ്സ് ഒക്കെ ഒരു പ്രതീക്ഷയില്ലാതെ മാറിയിരിക്കുക. എന്ന് വെച്ചാ നീ ഇപ്പൊ എന്തായി പറഞ്ഞു വരുന്നേ? നിന്റെ അമ്മയും മറ്റുള്ളവരും നിന്റെ ചേട്ടന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടവും അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കും? പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിടുവോ? എന്താ നീ വിട്ടാലും ഞാൻ നിന്നെ വിടുന്നു തോന്നുന്നുണ്ടോ? ശരി, ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ? നീ ഫ്രഷപ്പ് ആയിട്ട് പോവാ, നമുക്ക് ഡിന്നറിന് പോവാ. ആൻസർ പറ. ഡിന്നർ കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക്. ചെല്ലുന്നേ, പറയുന്ന കേക്ക്. ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലേ, പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ഈ കാൻഡിൽ ലൈറ്റിൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്? അങ്ങോട്ട് നോക്ക് പൂർണ്ണചന്ദ്രൻ.
കാൻഡിൽ ലൈറ്റ്, പിന്നെ നിന്റെ കൂടെ ഞാൻ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ദേഷ്യമായിട്ടാ ഞാൻ വന്നേ. പക്ഷേ താങ്ക് യു സോ മച്ച്. അത് പിന്നെ നീ എപ്പോഴാ തിരിച്ചു പോകുന്നേ? എന്നുവെച്ചാ ഞാൻ എപ്പോഴാ ഇവിടുന്ന് പോകുന്നതെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലേ? അല്ല അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നോക്ക്, ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ പോകും. ഈ ആനന്ദ ഭൈരവി ജീവനോടെ ഇരിക്കുന്നത് വരെയും എന്റെ അടുത്ത് നിന്ന് ആർക്കും ആരെയും പിരിക്കാൻ സാധിക്കില്ല. ഇവിടെ നിൽക്കാൻ തയ്യാറല്ലെങ്കിലോ കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇറങ്ങി പോകണം. എന്ന് വെച്ചാ അതുവരേക്കും നീ ഇവിടെ താമസിക്കുകയാണെന്നാണോ? അതുവരേക്കെന്ന് വെച്ചാ ഏതുവരെ ഉദ്ദേശിക്കുന്നേ? ഫസ്റ്റ് ഡേ നീ നിന്റെ അമ്മയോട് നമ്മുടെ കാര്യം പറ. സെക്കൻഡ് ഡേ മുഹൂർത്തം കുറിക്കട്ടെ. തേർഡ് ഡേ മാരേജ്. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഹലോ, എന്താ ഇങ്ങനെ മിഴിച്ചിരിക്കുന്നേ? 3 days 2 nights എന്നൊക്കെ ഹോളിഡേ പാക്കേജസ് പോലെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ മാരേജിന് വെറും 3 days ആ പിന്നല്ലാതെ 3 years വെയിറ്റ് ചെയ്യണോ ഞാൻ? ഇതിൽ കൂടുതലൊന്നും നിന്നെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെയൊന്നുമല്ല സമീറ. ദേ നോക്ക്, നീ എന്നോട് മറിച്ചൊന്നും പറയണ്ട. ആദ്യം പോയി നിന്റെ അമ്മയോട് നമ്മുടെ കാര്യം പറയേ. അവരെ സമ്മതിപ്പിക്കാൻ നോക്ക്. പറ്റില്ലെങ്കിലൊന്ന് പേടിപ്പിക്കേ. മൊത്തത്തിൽ മാറ്റർ സെറ്റിൽ ആയിരിക്കണം. അതും ഇന്ന് തന്നെ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ലെറ്റ്സ് സെലിബ്രേറ്റ്. ഈ കല്യാണക്കാരെയൊക്കെ ഞാൻ എങ്ങനെ അമ്മയോട് പറയാം? ഇപ്പൊ തന്നെ രോഹിതേട്ടന്റെ വിഷയത്തില് വീട്ടിലെല്ലാവരും വളരെ ദേഷ്യത്തിലായിരിക്കുന്നേ. ഹലോ, വന്നോ? ആ, ഞാൻ ദാ വരുന്നു. ആരാ വന്നത്? അതൊന്നുമില്ല, ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്തതാ. ശരി. എന്താടി ഇത്? മേക്കപ്പ് കിറ്റാണ് അമ്മേ, പൈസ കൊടുക്കണേ. എത്രയായി മോനെ? 10,000 രൂപ. 10,000? അതാ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും. ചേട്ടാ ഇതാ വരിക. എന്താടി പറ്റിയേ? നിങ്ങളുടെ മൂത്ത മോളുണ്ടല്ലോ, മേക്കപ്പ് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. 10,000 രൂപ കൊടുക്കണം. രൂപയ്ക്ക് മേക്കപ്പ് കിറ്റോ? എന്റെ ആകെ 5,000 രൂപയുള്ളൂ. അപ്പോ 10,000 ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുമായിരുന്നോ? ഞാൻ റിട്ടേൺ കൊടുക്കാൻ പറയാൻ പോവാ. നീ ഒന്ന് നിക്കുന്നേ. അവൾ എത്രത്തോളം ആഗ്രഹിച്ച് വാങ്ങിയതാവും. പാവം, തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ വിഷമാവും. അവള് വിഷമിക്കുന്നുള്ളത് ശരി തന്നെയാ. ബാക്കി 5,000-ന് നിങ്ങൾ എവിടെ പോവാനാ? അത് നിങ്ങളെ ചെലവിന് വെച്ചിരിക്കുന്ന കാശല്ലേ? ആ അതെ. പോത്ത് പോലെ വളർന്നിട്ട് അവൾക്ക് അവളുടെ ഉത്തരവാദിത്തം എന്താന്നേ അറിയില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെങ്കിലും അവൾ അറിഞ്ഞിരിക്കണ്ടേ?
അവൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ അവളുടെ അച്ഛന്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്നെങ്കിലും അവൾ ആലോചിക്കണ്ടേ? അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് കാശ് കൊടുക്കാൻ പറഞ്ഞേൽപ്പിക്കുക. സ്കാനർ ആണോ ക്യാഷ് ആണോ? സ്കാനറാണ് മാഡം. ആ ഓക്കെ മാഡം, താങ്ക് യു മാഡം. ശരണ്യ, നീ എന്തിനാ പൈസ കൊടുത്തത്? ചേച്ചിയല്ലേ അമ്മ വാങ്ങിയത്, അച്ഛൻ കൊടുക്കണമെന്നുണ്ടോ? എന്താ എനിക്ക് കൊടുത്തൂടെ? അങ്ങനല്ല മോളെ, അത്രയും പണം നിനക്ക് എവിടുന്നാ? അച്ഛാ, ഞാൻ ശരണ്യ അച്ഛാ, നമ്മുടെ സംസ്കാരം സമ്പ്രദായം യൂട്യൂബ് ചാനലിന്റെ ഓണർ. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോക്കെല്ലാം യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്.